അപ്പം T20 വേൾഡ് കപ്പ് നാളെ സ്റ്റാർട്ട് ചെയ്യണമല്ലേ. ഇന്ത്യ ഫസ്റ്റ് മാച്ചിന് വേണ്ടിയിട്ട് നാളെ ഇറങ്ങും. പിന്നെ ഈ പ്രാവശ്യം ഇന്ത്യക്ക് കപ്പെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് പ്രത്യേകത ഉള്ളൂ, ഒന്ന് രണ്ട് റെക്കോർഡ്സ് ഇന്ത്യക്ക് സ്വന്തമാവും. അതായത് T20 വേൾഡ് കപ്പ് ചരിത്രത്തിൽ ആരും ഹോം സോയിൽ ഇതുവരെ കപ്പടിച്ചിട്ടില്ല. അതുപോലെ പിന്നെ ഒരു ടീമും ഇന്ന് വരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ കപ്പ് ഇന്ത്യക്ക് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ രണ്ട് റെക്കോർഡും കൂടെ ഇന്ത്യക്ക് സ്വന്തമാവും. എൻ്റെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോരുത്തർക്കും അല്ലേ നാളെ കളി കാണാൻ പിന്നെ ഉറ്റുനോക്കിയിരിക്കുന്ന ഓരോരുത്തർക്കും നമ്മുടെ മനസ്സിലൊരു പ്ലേയിങ് ഇലവൻ ഉണ്ടാവും അല്ലേ. അങ്ങനെ എൻ്റെ ഒരു മനസ്സിലെ പ്ലേയിങ് ഇലവനായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. നിങ്ങളുടെ പ്ലേയിങ് ഇലവൻ പിന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യത്തിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ക്വാഡിലൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ നമുക്ക് ബോൾ ചെയ്യുന്ന കുറച്ച് ബാറ്റേഴ്സ് ഉണ്ട്. അതായത് പണ്ട് നമുക്കറിയാം സച്ചിനും സേവാഗും ഗാംഗുലിയൊക്കെ പിന്നെ മെയിൻ ബോളേഴ്സിനെ കൊണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത പാർട്ട്ണർഷിപ്പ് അവർ വന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. നമുക്ക് കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെയുള്ള ബാറ്റേഴ്സിന് മിസ്സിംഗ് ആണ്. ഈവൻ നമ്മുടെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയൊക്കെ ബോൾ ചെയ്യുമായിരുന്നെങ്കിൽ കൂടി അവർ പിന്നെ ലേറ്റർ എൻഡിൽ അവർ ഒട്ടും ബോൾ ചെയ്യാതെ, അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ 5 ബോളേഴ്സിനെ കൊണ്ട് തന്നെ കാര്യം നടത്തേണ്ട ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ മേ ബി ചില കളികളൊക്കെ നമുക്ക് അങ്ങനെ ഒരു ബാറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ചില പാർട്ട്ണർഷിപ്പുകളൊക്കെ ചിലപ്പോൾ ബ്രേക്ക് ചെയ്ത് നമുക്ക് കളിയുടെ റിസൾട്ട് തന്നെ മാറിയേനെ അല്ലേ. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ഒന്ന് രണ്ട് ബാറ്റേഴ്സ് ഉണ്ട് നമുക്ക്. അഭിഷേക് ശർമ്മ, റിങ്കു സിംഗ്, ശിവം ദുബെ, അങ്ങനെ കുറച്ച് ബാറ്റേഴ്സ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത് ക്യാപ്റ്റന് സഹായകരമായിരിക്കും അല്ലേ. അപ്പം പിന്നെ എൻ്റെ പ്ലേയിങ് ഇലവൻ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, അക്ഷർ പട്ടേൽ, റിങ്കു സിംഗ്, ഹാർദിക് പാണ്ഡ്യ, ശിവം ദുബെ, അർഷദീപ്, ബുംറ, വരുൺ ചക്രവർത്തി. അപ്പോൾ നമുക്ക് ഈ 11 പിന്നെ ബോളേഴ്സിന് സ്റ്റാർട്ട് ചെയ്യും. ബാറ്റ്സ്മാൻമാരെ കുറിച്ച് ആർക്കും പ്രത്യേകിച്ച് ഡൗട്ട്സ് ഒന്നുമില്ല. ആരെന്തിനും ഇവിടെ ഫിറ്റ് ആവും എന്നുള്ള ആർക്കും പ്രത്യേകിച്ച് ഡൗട്ട്സ് ഒന്നും ഉണ്ടാവില്ല. ബോളേഴ്സിനെ കുറിച്ചായിരിക്കും, ആ കോമ്പിനേഷൻ ആയിരിക്കും ചിലപ്പം എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസം ഉള്ളത്. ചിലർ യോജിക്കുമായിരിക്കും, ചിലർ യോജിക്കാത്തവരുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് എൻ്റെ തോട്ടൊന്ന് ജസ്റ്റ് പറയാം അതിനെക്കുറിച്ച്. ഓക്കെ, ഇപ്പം നമുക്ക് വരുൺ ചക്രവർത്തി ഒരു നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണ്. കാര്യം പിന്നെ എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് എടുത്ത ഒരു സ്പിന്നറാണ് വരുൺ ചക്രവർത്തി. കൂട്ടത്തിൽ ബുംറ നമുക്ക് അറിയാം, ബുംറ വേണം. ബുംറ ഇല്ലാത്തൊരു 11 എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ്ലി ബാറ്റേഴ്സ് ബുംറ പ്ലേ ഔട്ട് ചെയ്യണമെന്നാണ് നോക്കുന്നത്. ബുംറയുടെ 4 ഓവേഴ്സ് എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടുക. ഓക്കെ, വലുതായിട്ടൊന്നും അറ്റാക്ക് ചെയ്യാതെ പിന്നെ തൊട്ടും തുടങ്ങിയൊക്കെ നിന്ന് ബുംറയുടെ ഓവേഴ്സ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോഴത്തേക്കും ബുംറയുടെ എക്കോണമി നല്ലതായിരിക്കും, പക്ഷെ വിക്കറ്റ്സ് കോളം ചിലപ്പം പിന്നെ ബ്ലാങ്ക് ആകാൻ സാധ്യതയുണ്ട്. കാര്യം അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കൂടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ബോളർ വേണം, ഒരു വിക്കറ്റ് ടേക്കിംഗ് ആയിട്ടുള്ള ഫാസ്റ്റ് ബോളർ വേണം. അങ്ങനെ ഒരു ഫാസ്റ്റ് ബോളർ സ്കോഡിലുള്ളത് അർഷദീപാണ്. ബുംറയ്ക്ക് ഇപ്പം ഫസ്റ്റ് പവർ പ്ലേയിൽ ഒരു ഓവർ, പിന്നെ അത് കഴിഞ്ഞിട്ട് മിഡിൽ ഫേസിൽ ഒരു ഓവർ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെത്ത് ഓവേഴ്സിൽ 2 ഓവർ. ബുംറയുടെ ഒരു എക്കോണമി വെച്ചിട്ട് ബുംറയെ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് പിന്നെ ഡെത്ത് ഓവേഴ്സിലായിരിക്കും, ശരിയല്ലേ. അപ്പം അങ്ങനെ ഒരു ലക്ഷറി ഇന്ത്യക്ക് കൊടുക്കണമെങ്കിൽ അവിടെ വേറൊരു ഫാസ്റ്റ് ബോളർ ഉണ്ടാവണം. അത് അർഷദീപിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. അർഷദീപ് അത്യാവശ്യം വിക്കറ്റ് ടേക്കിങ്ങുമാണ് അല്ലേ. ബുംറയുടെ അത്ര മെനമസ് ഉണ്ടെങ്കിൽ വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ് അർഷദീപ് എന്ന് പറയുന്നത്. നമുക്കറിയാം 2024 വേൾഡ് കപ്പ് ഫൈനലിലൊക്കെ നമ്മളത് കണ്ടു. പുള്ളി എങ്ങനെയാണ് കളി തിരിച്ചു കൊണ്ടുവന്നതെന്നൊക്കെ നമ്മളത് കണ്ടിരുന്നു അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ വരുൺ ചക്രവർത്തി, പിന്നെ അർഷദീപ്, പിന്നെ ബുംറ, ഈ 3 ബോളേഴ്സ് ആയിരിക്കും പിന്നെ ഏറ്റവും ഐഡിയൽ. പിന്നെ നമുക്കതല്ലാതെ പിന്നെ മിഡിൽ ഫേസസിൽ ഓവേഴ്സ് ഇറക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഹാർദിക് പാണ്ഡ്യ ഉണ്ട്, ശിവം ദുബെ ഉണ്ട്. ഓക്കെ, അപ്പം അത്രയും ബോളേഴ്സ് കൊണ്ട് കാര്യം നടക്കും. ഇനി ചിലർക്കുള്ള ഡൗട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് കുൽദീപ് ആയിരിക്കും. കുൽദീപിനെ എങ്ങനെ ലൈനപ്പിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കുൽദീപിനെയും വരുൺ ചക്രവർത്തിയും കൂടെ ഒരുമിച്ച് കളിപ്പിക്കണമെങ്കിൽ നമുക്ക് അർഷദീപിനെ ഒഴിവാക്കേണ്ടി വരും. അർഷദീപിനെ റിങ്കു സിംഗിനെയോ ഒഴിവാക്കേണ്ടി വരും ഇതിനകത്ത്. എങ്കിലേ നമുക്ക് എങ്കിലേ നമുക്ക് കുൽദീപിനെ നമുക്കിതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റും. കുൽദീപിനെ അതിനകത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹർഷിത് റാണയും പ്ലേയിങ്ങിലൂടെ ഇടേണ്ടി വരും. അപ്പോൾ ആ ഒരു ഡിഫിക്കൽട്ടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 8 ബാറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനാണ് ഇപ്പം എല്ലാ ടീമുകളും പ്രിഫർ ചെയ്യുന്നത് T20. അല്ലെങ്കിൽ നമുക്ക് 200 പോലും
സേഫ് അല്ല. ഈവൻ 250 പോലും നമുക്ക് T20 സേഫ് അല്ല അല്ലേ. അപ്പം ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ പിന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈനപ്പാണ് ഇപ്പോൾ എല്ലാ ടീമും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 8 ബാറ്റേഴ്സ് പ്ലസ് 3 ബോളേഴ്സ് ആണ് എല്ലാവരും ഇപ്പം പ്രിഫർ ചെയ്യുന്ന ഒരു ഐഡിയൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ലൈനപ്പ് വെച്ച് നമ്മളിപ്പം ഫിനിഷേഴ്സായിട്ട് വരുമ്പോഴത്തേക്ക് റിങ്കു സിംഗ്, ഹാർദിക് പാണ്ഡ്യ, പിന്നെ ശിവം ദുബെ, ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ ഒരു മൂന്ന് ഫിനിഷിംഗ് പേരുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ലോകത്തുള്ള ഏത് ടീമും കൊതിക്കുന്ന ഒരു ലൈനപ്പാണ് ഇപ്പം ഇന്ത്യയുടെ എന്ന് പറയുന്നത്. ഓപ്പണിങ്ങിൽ അഭിഷേക് ശർമ്മ നമുക്കറിയാം, പിന്നെ പുള്ളി ഫോമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിഷുവിനും ക്രിസ്മസിനും ഓണത്തിനും എല്ലാം ഉള്ള എല്ലാ പടക്കങ്ങളും പുള്ളി ഒരുമിച്ചിട്ട് പൊട്ടിച്ചിട്ടേ പുള്ളി പോകത്തുള്ളൂ. അതോടുകൂടി ഓപ്പോസിഷൻ്റെ കാര്യത്തിൽ തീരുമാനവും. ഓക്കെ, ഇനി അതല്ല പുള്ളി ഒരു 30 ബോൾസിന് ഒരു 8 ബോൾസിന് 30 റൺസ് എടുത്ത് ഔട്ടാകുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു 30 റണ്ണ് 8 ബോൾ എടുക്കുമ്പോൾ ഉള്ള ഒരു ഗുണം വെച്ചാൽ ഇന്ത്യ ഒരു 200 ടാർഗറ്റായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് വെറും 8 ബോളിൽ നിന്ന് 30 റണ്ണ് വൈപ്പ് ഔട്ട് ചെയ്ത് തുടങ്ങും. ബാക്കി 170 റണ്ണിൻ്റെ കാര്യമുള്ളായിരുന്നു. അങ്ങനെ ഒരു ലക്ഷ്യമാണ് അഭിഷേക് ശർമ്മ പോലെ ഒരു ബാറ്റ്സ്മാൻ നമുക്ക് തരുന്നത് അല്ലേ. പിന്നെ ഇഷാൻ കിഷൻ നമുക്ക് കത്തുന്ന ഫോമിൽ നിൽക്കുകയാണ്, നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മ തന്നെയായിരിക്കും നമ്മുടെ ഓപ്പണിംഗ്. ഓൾറെഡി സൂര്യകുമാർ കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, അക്ഷർ പട്ടേൽ. ഇപ്പം അക്ഷർ പട്ടേൽ സൂര്യകുമാർ യാദവ് വരെ വന്നിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് വിക്കറ്റ്സ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അക്ഷർ പട്ടേലിന് അവിടെ വന്നിട്ടൊന്ന് കാര്യങ്ങളൊന്ന് കാമാക്കാം. അതല്ല എങ്കിൽ പിന്നെ റൺ സ്കോറിങ് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ വീണ്ടും വന്നിട്ട് ഒരു ടുവേർഡ്സ് ദി എൻഡ് വന്നിട്ട് ഒരു ഫയറിന് വേണ്ടിയിട്ട് ഹാർദിക് പാണ്ഡ്യയ്ക്കും റിങ്കു സിംഗിനും പിന്നെ ശിവം ദുബെയൊക്കെ അവിടെ സ്ഥാനം കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെ ഇതാണ് എൻ്റെ ഒരു പ്ലേയിങ് ലെവൽ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിനകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായങ്ങളും നിങ്ങളുടെ ആയിട്ടുള്ള പ്ലേയിങ് ലെവലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിന് മുമ്പ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.